അർജുൻ, ഈ കോടതി ഉത്തരവ് തിരഞ്ഞെടുപ്പ് സമയത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലതവണ കോടതിയിൽ ഹർജി നൽകിയെങ്കിലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നിരാശയായിരുന്നു ഫലം. പക്ഷേ ഇപ്പോൾ ഈ തുടരന്വേഷണ ഉത്തരവ് ഏതൊക്കെ കാര്യങ്ങളിൽ തുടരന്വേഷണം എന്നുള്ളത് രാഷ്ട്രീയമായി കൂടി നിർണായകമാകുകയല്ലേ അർജുൻ? തീർച്ചയായിട്ടും സ്മൃതി, പ്രധാനമായും 4 കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തണം എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ഈ പ്രശാന്തൻ ഗോൾഡ് ലോൺ എടുത്ത് അതായത് കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഗോൾഡ് ലോൺ സ്വീകരിച്ച് ആ പണത്തിൽ 1 ലക്ഷം രൂപ ആണ് ഈ പറയുന്ന ADM നവീൻ ബാബുവിന് നൽകിയത് എന്നുള്ള ഒരു മൊഴി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശാന്തൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവനായും ശേഖരിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനു പുറമെ മറ്റ് പ്രധാനമായും 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിൽ പ്രശാന്തൻ ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് എത്തി എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു, മൊഴി നൽകിയിരുന്നു. അവിടെ വെച്ചാണ് പണം കൈമാറിയത് എന്നുള്ളതും പ്രശാന്തൻ്റെ മൊഴിയുടെ ഭാഗമായി സൂചിപ്പിച്ചിരുന്നു. ആ സമയത്ത് അവിടെ പ്രശാന്തൻ എത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ഹാജരാക്കിയിട്ടുള്ള CCTV അത് മുഴുവനായും, അതായത് അതിനകത്ത് കൃത്രിമത്വം നടന്നിട്ടില്ല, എഡിറ്റഡ് നടന്നിട്ടില്ല എന്ന് ഉറപ്പാക്കി കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതിലും അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. അതിന് പുറമെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻസ് ബ്യൂറോയുടെ കണ്ണൂർ യൂണിറ്റിൽ പ്രശാന്തൻ ഈ PP ദിവ്യ, ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള PP ദിവ്യ, കേസിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യ ഇങ്ങനൊരു ആരോപണം ADM നവീൻ ബാബുവിൻ്റെ ഉന്നയിക്കുന്നതിന് തൊട്ട് തലേദിവസം എത്തുകയും ഇത്തരമൊരു പരാതി അവിടെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യം പ്രശാന്തൻ മൊഴിയുടെ ഭാഗമായി സൂചിപ്പിച്ചിരുന്നു. ആ കാര്യങ്ങളിലും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് പുറമെ ഈ യൂണിറ്റിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഈ കോടതി ഉത്തരവിന്റെ നിർണായകമായ 4 ആവശ്യങ്ങളിലാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.